അസമിൽ മൂന്നാം ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 12-നാണ് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുക. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ബി.ജെ.പി. മുൻ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഗുവാഹത്തിയിലെത്തും. 12-ന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി ദേശീയ നേതാക്കളുടെ വൻ നിര തന്നെ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപൻ, പറയൂ. നിലിമ 126 മണ്ഡലങ്ങളുള്ള നിയമസഭയിലേക്ക് ബി.ജെ.പി. മാത്രം 84 സീറ്റുകളാണ് നേടിയത്. NDA സഖ്യകക്ഷികളുടെ കൂട്ടിയാൽ 102 സീറ്റുകൾ നേടി വിജയിക്കാനായി എന്നുള്ളതാണ്. അതായത് മുൻ വർഷത്തെക്കാളും ബി.ജെ.പിയും NDAയും ഭൂരിപക്ഷം ഉയർത്തി. 64 സീറ്റുകൾ മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന്. സ്വാഭാവികമായും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്നതേയുള്ള ആസാം. എങ്കിലും NDA ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായി തന്നെ മന്ത്രിസഭ രൂപീകരിക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. 12-ാം തീയതിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ജെ.പി. നദ്ദയാണ് പ്രധാന നിരീക്ഷകൻ. സഹനിരീക്ഷകനായിട്ട് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇരുവരും ഉടൻ ഗുവാഹത്തിയിലെത്തും. MLA-മാരുടെ യോഗം ചേരും. അതിനുശേഷം നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. പിന്നീടായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടാകുക. ശേഷം മന്ത്രിമാരെ പ്രഖ്യാപിക്കും. ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ 3-ാം തവണയും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. അല്ലെങ്കിൽ 3-ാം തവണയും ബി.ജെ.പി. സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്, സാധ്യതകളാണ്. ബി.ജെ.പി. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത പക്ഷം നമുക്ക് ഒരു സ്ഥിരീകരിച്ച് ഈ പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് എത്താൻ സാധിക്കില്ല. എപ്പോഴും സർപ്രൈസ് കാത്തുവെക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അത് ഹരിയാനയിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ കണ്ടതാണ്. അസമിൽ ഏതെങ്കിലും തരത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിലവിൽ എല്ലാ സൂചനകൾ പ്രകാരം ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ 3-ാം തവണയും നയിക്കുമെന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. നന്ദൻ, അസമിൽ മൂന്നാം ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 12-ന് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുകയാണ്. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.